തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയം അതിൻ്റെ ഗാർഡൻ പരിസരത്തും വന്നിരിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മൾ ഈ ഇരിക്കുന്നത് 144 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു മ്യൂസിയം, അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ ഒരു മ്യൂസിയത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്കറിയാം. ഞാൻ പോയപ്പോൾ 20 രൂപ മാത്രമായിരുന്നു എൻട്രി ടിക്കറ്റ്, ഇപ്പോൾ 30 കേൾക്കുന്നു. 4:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രവേശനവും ഇല്ല. മാത്രം സൂം, രവിവർമ്മ ആർട്ട് ഗാലറി എല്ലാം ഇതിനകത്താണെന്ന് അറിയാം. കയറുമ്പോൾ തന്നെ അവിടെ വാതിലിരിക്കുന്ന ഈ ഒരു ലൈനിനെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. ഇറ്റാലിയൻ സ്കൾപ്റ്റർ ആയിരുന്ന അന്റോണിയോ കെനോ 1792 റോമിലെ സെയിന്റ് പീറ്റേഴ്സ് പോപ്പ് ക്ലെമന്റ് 13 ടോമിൽ മാർബിളിൽ നിർമ്മിച്ച ഒരു സ്ലീപ്പിംഗ് ലാൻഡ് കോപ്പിയാണിത് കേട്ടോ. ഫോട്ടോ ത്രൂ ആയിരിക്കും നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാൻ പോകുന്നത്. ഫോട്ടോ മാത്രമായിരുന്നു പെർമിറ്റഡ്. ഗോതിക്, മുഗൾ, ചൈനീസ്, കേരള വാസ്തു എല്ലാ പ്രകാരം കൂടെ കൂട്ടിയിണക്കിയ ഒരു കെട്ടിടമാണിത്. ഏകദേശം 550 പ്രദർശന വസ്തുക്കൾ ഇതിനകത്ത്. സെൻട്രലിൽ കാണുന്ന 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച വിഷ്ണു ശില്പമാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പഞ്ചലോക വിഗ്രഹം. തടിയിൽ തീർത്ത ബ്രഹ്മാവിന്റെ ഒരു ശില്പവും നിങ്ങൾക്ക് ഇവിടെ കാണാം. രാജഭരണകാലത്ത് ഒരുപാട് ആഭരണങ്ങളൊക്കെ സൂക്ഷിക്കാൻ കഴിയുമായിരുന്ന മൾട്ടി ചേമ്പേർഡ് ആയിട്ടുള്ള ഒരു ആഭരണ പെട്ടിയാണിത്. പുത്തമ്പലം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹിന്ദു ടെമ്പിളിലൊക്കെ കൂത്ത്, കൂടിയാട്ടം പോലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് ഫോം ഒക്കെ കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു സ്ഥലമാണിത്. ഇതിന്റെ ഒരു മോഡലും പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവായൂർ ടെമ്പിളിന്റെ ഒരു മോഡലാണ്. ഇതൊരു വെറും മോഡലാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഒറിജിനലുമായിട്ട് അത്ര ഡീപ്പ് റെഫറൻസ് ഉള്ള ഒരു മോഡലാണ്. അതായത് ടെമ്പിളിൽ കാണുന്ന പോലെ തന്നെ ശ്രീകോവിലും ചുറ്റമ്പലവും കൊടിമരവും എല്ലാം ഇവിടെ കാണാം. ഗുരുവായൂർ ടെമ്പിളിൽ നിങ്ങൾ പോയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ കാണുമ്പോൾ തന്നെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് കാണുന്നത്. 3 മിറർ ഇതിൽ കാണാം. ഒരു സെൻട്രലിൽ ലാർജ് മിററും റൈറ്റ് ആൻഡ് ലെഫ്റ്റിൽ ചെറിയ 2 മിററും. ഡ്രസ്സിംഗ് ടേബിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന ആന്ത്രോപോമോർഫിക് കാർവിംഗ് എന്ന് പറഞ്ഞ ഒരു കാർവിംഗ് ഇതിനകത്ത് കാണാം. ചെറിയ മിററിന്റെ മുകളിലായിട്ടാണ് ഈ കാർവിംഗ് ചെയ്തേക്കുന്നത്. ഒരു ബേർഡഡ് മാന് കണ്ണ് ഇങ്ങനെ ചെറുതായിട്ട് അടഞ്ഞുരിക്കുകയാണ്. സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ നോർമലി നമ്മൾ കേരള ടെമ്പിൾ, പാലസ് വർക്കിലൊന്നും ഇങ്ങനെ ഒരു ഹ്യൂമൻ റെപ്രസെന്റേഷൻ പോലുള്ളത് കൊടുക്കാറില്ല. നോട്ട് ഹ്യൂമൻ, പക്ഷേ ഒരു ഹ്യൂമൻ ലൈക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ വരുന്ന ഈ ഒരു റോയൽ ടെക്സ്റ്റൈൽ ബോക്സ് ആണ്. ആംഫർ വുഡ് അഥവാ നമ്മുടെ കർപ്പൂരത്തിന് തടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് കുറെ കാർവിംഗ്സ് ആണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. രാജകുമാരും രാജ്ഞിമാരും ഒക്കെ ഉപയോഗിക്കുന്ന സിൽക്ക്, റോയൽ ഡ്രസ്സസ് ഒക്കെ ആയിരുന്നു ഇതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. ചൈനയിൽ നിന്ന് നിർമ്മിച്ച ആണെന്നും പറയപ്പെടുന്നുണ്ട്. ഏരിയയിലായിട്ട് തന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് പുഷ്പക വിമാനം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ അധികം വുഡിൽ തീർത്ത ഫ്ലോറൽ ഡിസൈൻസ് കാണാം. സ്വാതി തിരുനാൾ മഹാരാജാവ് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് പത്മനാഭസ്വാമി ടെമ്പിളിന് വേണ്ടിയിട്ട് 3 രഥങ്ങൾ നിർമ്മിക്കാനായിട്ട് ആവശ്യപ്പെട്ടുള്ള ഒന്നാണിത്. പക്ഷേ ഇത് നിർമ്മിച്ചു തീരുന്നതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ ഇതൊരു നല്ല ലക്ഷണം അല്ല എന്നതുകൊണ്ട് തന്നെ പിന്നീട് വന്ന ഒരു റൂളേഴ്സും ഇത് യൂസ് ചെയ്തിട്ടില്ല. അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ദെൻ ബേപ്പൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെറിറ്റേജ് ഷിപ്പ് ടെക്നോളജി 2011 മാത്രം നിർമ്മിച്ചു കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഈ ഒരു സാമ്പക്ക് മറ്റൊരു അട്രാക്ഷൻ ആണ്. പിന്നെ തടിയിൽ തീർത്ത രാമന്റെയും ഹനുമാന്റെയും ഒരു ശില്പമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ശില്പങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ ഏറ്റവും സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള ഈ ഒരു രഥം, ഈ കൂട്ടിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഡയറ്റീസ് ആയിട്ടുള്ള ബ്രഹ്മ, ശിവ, വിഷ്ണു, ദേവിയൊക്കെയാണ് ഇതിന്റെ കാർവിംഗ്സ് പ്രധാനമായിട്ടും വരുന്നത്. 5 ലേയേഴ്സ് ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. രാമായണം, ഭാഗവതം, ശിവപുരാണം ഒക്കെയാണ് ഇതിന്റെ മെയിൻ തീം. ഞാൻ പറയാൻ വിട്ടു ഇവിടുത്തെ മറ്റൊരു കാര്യം പെയിന്റഡ് സീലിംഗ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ഡ്രാഗൺസിന് കാണാം. വൈറ്റ് ബാൽക്കണി ഉണ്ട്. റോയൽ എംബ്ലം ആയിട്ടുള്ള വലംപിരി ശംഖ്, കളേർഡ് വിൻഡോസും ഒക്കെ കാണാം. ഈ ഫോട്ടോയിൽ കാണുന്ന കൂട്ട് തന്നെ ഡബിൾ വാൾ വെന്റിലേഷൻ സിസ്റ്റം. ഈ ഒരു മ്യൂസിയത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതും അതിശയം തോന്നിയതുമായിട്ടുള്ളത് ഐവറി കാർവിംഗ്സ് ആണ്. ആനക്കൊമ്പി തീർത്ത ശില്പങ്ങൾ. ഈ വിഷറിയുടെ ഡീറ്റെയിലിംഗ് ഒന്ന് നോക്കൂ. വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തേക്കുന്ന ഈ ഒരു ഫ്ലവർ വേസ് ആണ് എനിക്ക് ഭയങ്കര അതിശയം തോന്നിയ മറ്റൊരു നിർമ്മിതി. ഒരുപാട് മൃഗങ്ങളുടെയൊക്കെ സ്കള്ള് വരുന്ന രീതിയിൽ ആനക്കൊമ്പ് കൊണ്ട് തീർത്ത ഈ ഒരു ശില്പവും ബുദ്ധന്റെ ഈ ഒരു പ്രതിമ തടിയിലാണ് കേട്ടോ അത് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു രാധാകൃഷ്ണ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്കൾപ്ചർ ആണ്. ഇത് സത്യത്തിൽ മൂവ് ചെയ്യും ഈ ഒരു ഹാങ്ങിങ്, പക്ഷെ നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബാക്കിലായിട്ട് 2 ടസ്കും കാണാം. കൂടാതെ ഹനുമാന്, അപ്സര, ശകുന്തള, ഗണപതി തുടങ്ങിയ ഒരുപാട് സ്കൾപ്ചേഴ്സ് ആനക്കൊമ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുതിരമാളികയിലൊക്കെ കാണുന്ന കൂട്ട് തന്നെ കഥകളിയുടെ മാനിക്യൂൻസ് ഉണ്ട്, പക്ഷെ കുറച്ച് ചെറുതാണ്. കുറേയധികം വെറൈറ്റി ആയിട്ടുള്ള ആഭരണ പെട്ടികൾ. ഇതിനോട് ചേർത്തും കുറച്ച് ആനക്കൊമ്പ് കാർവിംഗ്സ് വെച്ചിട്ടുണ്ട്. ഒരു വേണുഗോപാലിനാണ്, ഓടക്കുഴലും എല്ലാം നിങ്ങൾക്ക് കാണാം. കറക്റ്റ് അതെല്ലാം ആ ഒരു ആനക്കൊമ്പ് കൊണ്ടാണ് വെച്ചേക്കുന്നത്. എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ്, എത്ര ടൈം എടുത്തിട്ടുണ്ടാവും ഇതൊരെണ്ണം പണിയാനായിട്ട്. പിന്നെ ഇത് ആനന്ദശയനം, അതില്ലാതിരിക്കത്തില്ലല്ലോ എന്തായാലും. പിന്നെ നമ്മൾ കണ്ട രഥത്തിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. പിന്നെ ആറന്മുള കണ്ണാടി, സീക്രട്ട് മെറ്റൽ അലോയ് കൊണ്ട് നിർമ്മിച്ച ഇന്നും ലോകത്തിന്റെ ഒരു രഹസ്യമായിട്ടിരിക്കുന്ന GI ടാഗ് ലഭിച്ച നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആറന്മുള കണ്ണാടിയാണിത്. പിന്നെ കുറേയധികം വിളക്കിന്റെ മോഡൽസ് ഉണ്ട്. കവരവിളക്ക് എന്ന് പറയുന്ന ട്രീ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു വിളക്ക് കാണാം. കൂടാതെ കാളിമർദ്ദനം ലാമ്പ്, നാഗതിരി ലാമ്പ് എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരം വിളക്കുകൾ. പിന്നെ മഹിഷാസുരന്റെ ഈ ഒരു പ്രതിമ. പിന്നെ സ്റ്റോൺ സ്കൾപ്ചേഴ്സിൽ ഫസ്റ്റ് തൊട്ടിട്ട് 18th സെഞ്ചുറി വരെ വരുന്ന കുറേയധികം സ്കൾപ്ചേഴ്സ് കാണാം. ദൈവത്തിന്റെ കുറേ ഉണ്ട്. പിന്നെ അഗസ്ത്യ, വീരഭദ്ര, വിഷ്ണു ഒക്കെയും വരുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിലുള്ള ഹെഡ് ഡ്രസ്സ്, ഹെഡ് മാസ്കുകൾ,
ഇതിന് എടുത്തു പറയേണ്ട എനിക്കിഷ്ടപ്പെട്ട മറ്റൊന്നായിട്ടുള്ള ജാവനീസ് ഷാഡോ പ്ലേ, നമ്മളുടെ അമ്പലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന തോൽപ്പാവക്കൂത്തുകളി പോലെ ഒന്ന്. ഇതൊരു മാസ്ക് ആണ് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്ക് ഫുൾ ഫെദർ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ബാലനീസ് നർത്തകന്മാർ ഉപയോഗിക്കുന്ന ഒരു കോസ്റ്റ്യൂമാണ് ഈ ഒരു ഗോൾഡൻ കളറിൽ കാണുന്നത്. ഇതിൽ സെറമണി ഒക്കെ നടക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഡെക്കറേഷൻ പീസസും ആണ് ഈ രണ്ടെണ്ണം. പിന്നെ ഇത് വീരാളിപ്പെട്ട്, പിന്നെ വാഴനാര് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ക്ലോത്ത്, പിന്നെ നമ്മുടെ ടേബിളിന്റെ സെന്ററിൽ ഉപയോഗിക്കുന്ന ഗോൾഡ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ക്ലോത്ത് ആണത്. ഇവിടെയും കുറച്ച് മാസ്ക് ഒക്കെ കാണാം. ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കളക്ഷനിൽ പെട്ട കുറച്ച് സാധനങ്ങളാണ് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഗാലറിയിൽ വരുന്നത്. സ്ഥലങ്ങളിൽ പോകുമ്പം ഐവറിയുടെ മാർബിളിന്റെ ഇത്തരത്തിലുള്ള പല പ്രതിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഭൂതത്തിന്റെ ഒരു പ്രതിമ കാണുന്നത്. നമ്മൾ ചിത്രകഥകളിലൊക്കെ കാണുന്നതോ കേൾക്കുന്നതോ ഒക്കെ പോലെ തന്നെ ഭയങ്കര ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു രണ്ട് ഭൂതത്തിന്റെ, എനിക്കൊന്ന് ഫീമെയിലും മെയിലും ആണെന്ന് തോന്നുന്നു. പിന്നെ സുഗ്രീവന്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. കോക്കനട്ട് ഷെല്ലി തീർത്ത ഒരു ശില്പവും, ലാക്കോറിലുള്ള ബുദ്ധന്റെ പ്രതിമയും, പിന്നെ സ്റ്റോണിലുള്ള ശിവന്റെ ഒരു പ്രതിമ. ഡോക്ടർ റോയ് ചൗധരി എന്ന് പറഞ്ഞ ഒരു ശില്പിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഒരുപാട് സംഗീത ഉപകരണങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ഒന്നും ഞാൻ ഫോട്ടോഗ്രാഫ് എടുത്തിട്ടില്ല, മാക്സിമം കുറേയൊക്കെ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 550 റെയർ എക്സിബിറ്റ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇത് കുറേയധികം നാണയങ്ങളും, പിന്നെ ഒരു സംഗീത പെട്ടി, ഇത് പേർഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കുറച്ച് സെമി പ്രഷ്യസ് ആയിട്ടുള്ള കുറച്ച് മിനറൽസ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു പ്രതിമയാണ്. പിന്നെ പൈപ്പിംഗ് ബോട്ടിൽ എന്ന് പറയുന്നത് ഇത് കുറേയധികം ലേഡ് ഗ്ലാസസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ചൈനീസ് ആർട്ടാണ്. കുറേയധികം പ്രോസസ് ഇതിനകത്ത് വരുന്നുണ്ട്. 18th സെഞ്ചുറിയിൽ വരുന്ന റിക്ലൈനിങ് ബുദ്ധ, പിന്നെ ബാലനീസ് പുരോഹിതന്മാർ ഉപയോഗിക്കുന്ന, പ്രീസ്റ്റുകൾ ഉപയോഗിക്കുന്ന മാലകള്, ജാപ്പനീസ് മാസ്ക്, സിൽവർ പ്ലേറ്റ്സ്, അതൊക്കെയാണ് വരുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു നടരാജ വിഗ്രഹവും ഉണ്ട്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. നെക്സ്റ്റ് ടൈം ട്രിവാൻഡ്രം പോകുമ്പോൾ ഒരു നേപ്പിയർ മ്യൂസിയം ഗാർഡൻ ഒക്കെ പോയി ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഓർമ്മയിൽ വെച്ചിട്ട് അവർ കാണാനായിട്ട് പോവുക. താങ്ക്